നമസ്കാരം. ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് ഇറാൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഇസ്ലാമിക റിപ്പബ്ലിക്കിലെ ഇസ്ലാം കണ്ട് ഹാലിളകുന്ന സംഘമിത്രങ്ങൾ ഇറാനെതിരെ കുരയ്ക്കുന്ന പണി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ നയമെന്താണെന്നോ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയാതെ അന്ധമായ വർഗീയത തലയ്ക്ക് പിടിച്ച ഇവറ്റകൾ ഇറാനെതിരെ കുരച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് നമ്മുടെ രാജ്യം ഇറാനോടുള്ള സ്നേഹവും പിന്തുണയും അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് എന്ന കാര്യം സകലരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇറാനെതിരെ ഇറാൻ്റെ പരമാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയിക്കെതിരെ ഇവിടെ ഇരുന്ന് കുറേ ചാവാലി ചാണകങ്ങൾ കുരച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കുറേ ദിവസമായി കാണുന്നുണ്ട്. ഇക്കൂട്ടർ പല ഫേക്ക് ഐഡികളിലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇറാൻ കരുത്താർജിക്കുന്നു എന്ന് വ്യക്തമായും സ്പഷ്ടമായും സത്യസന്ധമായും പറയുന്ന വീഡിയോകൾക്കടിയിൽ വന്ന് ഇതുപോലെ പല കുത്തിത്തിരിപ്പുകളും നടത്തുന്നുണ്ട്. ഈ കരച്ചിൽ ഓവറായപ്പോഴാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കരച്ചിൽ ഉണ്ടാകുന്നത് എന്ന് അന്വേഷിച്ചത്. അപ്പോഴാണ് മനസ്സിലായത്, ശാഖാമിത്രങ്ങൾ നൽകുന്ന ക്ലാസ്സിൽ ഇസ്ലാം എന്ന പേര് കണ്ടാൽ അവിടെ കയറി കൂവി തോൽപ്പിക്കാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശമുണ്ടത്രേ. അതുകൊണ്ടാണ് ഇറാൻ ഇസ്ലാമിക റിപ്പബ്ലിക്കാണ് എന്നറിഞ്ഞപ്പോൾ ഇറാനെതിരെ ഇവർ കിടന്ന് കുരയ്ക്കുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഇറാന് കട്ട സപ്പോർട്ടുമായി ഇന്ത്യ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അമേരിക്ക രംഗത്ത് വന്നപ്പോൾ ഇറാനെതിരെ ഞങ്ങൾ നിൽക്കില്ല എന്നും ഇറാനെതിരായ നിലപാടുകൾ എടുക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് റഷ്യയ്ക്കും ചൈനയ്ക്കുമൊപ്പം ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഇറാനോടുള്ള തങ്ങളുടെ ഐക്യം, ഇന്ത്യയുടെ ഐക്യം വെളിപ്പെടുത്തിയിരിക്കുന്നു, തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഈ സ്ക്രീൻഷോട്ട് നോക്കുക. ഇന്ത്യ വോട്ട്സ് അഗെയിൻസ്റ്റ് UN റെസൊല്യൂഷൻ സെൻസറിങ് ഇറാൻ എന്നാണ് പറയുന്നത്. അതായത് ഇറാനെതിരായി ഐക്യരാഷ്ട്ര സംഘടനയിൽ വന്ന പ്രമേയത്തെ ഇന്ത്യ എതിർത്തു, ഇറാനെ പിന്തുണച്ചു. അതിലൊപ്പമുണ്ടായിരുന്നത് റഷ്യയും ചൈനയും അടങ്ങുന്ന രാജ്യങ്ങളാണ്. അതായത് ഇറാന് നേരെ അമേരിക്ക നടത്തുന്ന ആക്രമണ ഭീഷണി, ഇറാനിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ച് ഇറാനെ പൊട്ടിക്കുമെന്ന തരത്തിൽ ലോകത്തിന് മുന്നിൽ നൽകുന്ന ആ ഒരു ഭീഷണി, അതോടൊപ്പം ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനമെന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ട്രംപിൻ്റെ വിവരം കെട്ട നീക്കങ്ങൾ, ഒപ്പമുണ്ടായിരുന്ന രാജ്യങ്ങളെ മുഴുവൻ വെറുപ്പിക്കുന്ന വിധത്തിൽ വെനസ്വേലയിലേക്ക് അവരുടെ പരമാധികാരത്തിലേക്ക് കടന്നു കയറുന്ന തരത്തിലേക്കുള്ള പല തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾ, ഇതൊക്കെ അസഹനീയമാകുന്നു ഇന്ത്യക്കും കൂടി എന്നുള്ളത് ഒരു പുതിയ ശാക്തിക ചേരിക്ക് രൂപം കൊടുക്കുന്നതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് ഇറാൻ വീഴണം, ട്രംപ് ജയിക്കണമെന്ന് പറയുന്ന തിരുമണ്ടന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യക്കെതിരാണ് ഇപ്പോൾ അമേരിക്കയുടെ നയങ്ങൾ. നമുക്ക് തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളെ ശ്വാസം മുട്ടിക്കാനാണ് അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ അങ്ങനെയാണ് ഉപരോധത്തിലൂടെയും മറ്റുമൊക്കെയാണ്, തീരുവ വർദ്ധിപ്പിച്ചുമൊക്കെയാണ് അമേരിക്ക ശ്വാസം മുട്ടിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അത്തരത്തിൽ തങ്ങളെ വാഴ്ത്താതെ തങ്ങളുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത സകലരെയും കടന്നാക്രമിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ നയം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ അമേരിക്ക കടുത്ത നടപടികൾ സ്വീകരിച്ചത്. നോക്കുക, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുകയും ട്രംപിന് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. എന്നിട്ടും ട്രംപിന് അടിച്ച ബ്രാൻഡ് മാറിയപ്പോഴോ അതോ ഏതെങ്കിലും നട്ടിളകിയപ്പോഴോ മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും തിരിഞ്ഞു. നമ്മുടെ രാജ്യത്തിനെതിരെ വരുന്ന അവൻ ഏതവനായാലും അവനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നതിനപ്പുറം മറ്റൊന്നും നമുക്കില്ല. പക്ഷേ ഇവിടെ ഇപ്പോഴും പല ചാണകമിത്രങ്ങൾക്കും ട്രംപാണ് ജീവശ്വാസം, പരമാത്മ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിലെ ഇസ്ലാം കണ്ട് ഹാലിളകുന്ന കാവി ഞാഞ്ഞൂലുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇപ്പോഴത്തെ പിന്തുണ ഇറാനാണ്. ഇന്ത്യക്ക് ഇറാനുമായി വലിയ ബന്ധമുണ്ട്. ഇറാനിലെ ഷഹബാർ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യ നിർമ്മിച്ചു കൊടുത്തതാണ്. അതുവഴി അഫ്ഗാനിലേക്കും മധ്യേഷ്യൻ രാജ്യങ്ങളിലേക്കുമൊക്കെയുള്ള കവാടമാണ്. അതിലെ വലിയ വ്യാപാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാനിലേക്കൊരു യുദ്ധമുണ്ടായാൽ അതിന് വലിയ കേടുപാടുകൾ പറ്റും, നമ്മുടെ രാജ്യത്തെ അത് വലിയ തോതിൽ ബാധിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് അമേരിക്കയുടെ കടന്നാക്രമണത്തെ പിന്തുണയ്ക്കുന്നത്? ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടായി, ഇറാനിൽ ഒരുപാട് പേരെ കൊലപ്പെടുത്തി. അതിനെതിരായിട്ട് ഇറാനെതിരെ പ്രമേയം കൊണ്ടുവരുമ്പോൾ ഇന്ത്യ എന്തിനാണ് ഇറാനെതിരെ നിലപാട് സ്വീകരിക്കുന്നത്? UN ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലാണ് പ്രമേയം കൊണ്ടുവന്നത്. അതായത്
ഈ അവിടെ വലിയ കലാപമുണ്ടായി, അവരെ കൊന്നൊടുക്കി ഇറാൻ, അത് നിയമവിരുദ്ധമാണ്, അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മനുഷ്യാവകാശം പറയുകയാണ്. പക്ഷെ ഇറാൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് അവർ തീവ്രവാദികളാണ്, രാജ്യവിരുദ്ധരാണ്, അവരെ ഇല്ലായ്മ ചെയ്യുക അല്ലെങ്കിൽ അവരുമായി ഏറ്റുമുട്ടുമ്പോൾ ഇത്തരം മരണങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരത്തിൽ ഒരു നടപടിയെ അന്താരാഷ്ട്ര തലത്തിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിത്രീകരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ആക്രമണത്തെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. അപ്പോൾ ഇവിടെ ഇന്ത്യയും റഷ്യയും ചൈനയും ഒക്കെ ഒന്നിച്ച് ഇറാന് അനുകൂലമായി പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്തു. ആ പ്രമേയം പാസ്സായി, അത് വേറെ കാര്യം. പക്ഷേ ഒരു പുതിയ ശാക്തിക ചേരി ഇവിടെ ഉണ്ടാവുകയാണ്. ആ ശാക്തിക ചേരി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ശാക്തിക ചേരി എന്ന് പറയുന്നത് ചൈനയും ഇറാനും റഷ്യയും ഒക്കെ ചേരുന്ന ഒരു വലിയ വ്യാപാര ബന്ധത്തിൻ്റെ കഥയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ കുറഞ്ഞ ചിലവിൽ എണ്ണ വാങ്ങിക്കുന്നുണ്ട്. അത് അമേരിക്കയ്ക്ക് പറ്റുന്നില്ല. അമേരിക്ക പറയുന്നിടത്ത് വാങ്ങണമെന്നുള്ളതാണ് അമേരിക്കയുടെ നയം. പക്ഷേ ഇന്ത്യ ആ വെല്ലുവിളി കണക്കിലെടുക്കാതെ നേരെ റഷ്യയുമായി ചങ്ങാത്തം തുടർന്നു. കുറഞ്ഞ ചെലവിൽ എണ്ണ വാങ്ങുന്ന സാഹചര്യമുണ്ടായി. ആ എണ്ണ കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കുന്ന കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചൈനയാകട്ടെ, ചൈനയ്ക്ക് ഈ വെനസ്വലയിലേക്ക് ട്രംപ് നടത്തിയ നീക്കം കനത്ത തിരിച്ചടിയായി. കാരണം ചൈനയിലേക്കുള്ള 80% വരുന്ന എണ്ണ വരുന്നത് വെനസ്വലയിൽ നിന്നാണ്. അതില്ലാത്ത സാഹചര്യം കൊണ്ട് ട്രംപിൻ്റെ പിടിവാശിക്ക് വഴിപ്പെട്ട് കൊടുക്കാൻ ചൈനയോ റഷ്യയോ ഇന്ത്യയോ തയ്യാറല്ല. പരമാധികാര രാഷ്ട്രമാണ്. ആ പരമാധികാര രാഷ്ട്രങ്ങളാണ്. അവർ അമേരിക്കയുടെ കാൽക്കീഴിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, സൗദി ഇപ്പോൾ പാകിസ്ഥാനുമായി അടുത്തിരിക്കുകയാണ്. സൗദിയുമായി ഇന്ത്യക്ക് നല്ല ബന്ധമായിരുന്നു. പക്ഷേ ഇപ്പോൾ സൗദി പാകിസ്ഥാനുമായി അടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങളെ ചെയ്യുന്നത് പോലെയാണെന്ന് പോലും ഒരു അല്പം കടന്ന് സൗദി പറയുന്ന സാഹചര്യമുണ്ടായി. ഇതേ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന, താലോലിക്കുന്ന സമീപനമാണ് അമേരിക്കയും സ്വീകരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തള്ളിപ്പറയാൻ അമേരിക്ക തയ്യാറായില്ല. പാകിസ്ഥാൻ്റെ പ്രധാനികളെ അമേരിക്കയിൽ കൊണ്ടുപോയി വിരുന്നു കൊടുത്തു ട്രംപ്. പാകിസ്ഥാൻ ഇന്ത്യയെ കണ്ട് തോറ്റ് ഭയന്ന് കാല് പിടിച്ച് പിന്മാറിയതാണ്. നമ്മുടെ കാലിൽ വീണ് കരഞ്ഞിട്ട് നമ്മൾ വെറുതെ വിട്ടതാണ് പഹൽഗാം പ്രത്യാക്രമണത്തിൻ്റെ സമയത്ത്. പക്ഷേ ട്രംപ് അപ്പോൾ എന്താ പറഞ്ഞേ? പാകിസ്ഥാനെ ഫേവർ ചെയ്യുന്ന നിലയിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ചർച്ച നടത്തി ഇത് പരിഹരിച്ചത് ഞാനാണെന്ന്. അതിൻ്റെ അർത്ഥം എന്താ? പാകിസ്ഥാൻ പേടിച്ചതല്ല എന്നാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ വില കുറച്ച് കാണുന്ന ഒരു ഭരണാധികാരിയാണ് ട്രംപ്. ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ ബഹുമാനിക്കാത്തവനാണ് ട്രംപ്. ലോകത്ത് മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ യുദ്ധകാഹളം മുഴക്കി ലോകത്തെ മുഴുവൻ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്നിടാൻ ശ്രമിക്കുന്നവനാണ് ട്രംപ്. ആ ട്രംപിനെ എന്തിനാണ് പിന്തുണയ്ക്കുന്നത്? ഇന്ത്യ ഇവിടെ സ്വീകരിച്ചത് കൃത്യമായ നിലപാടാണ്. ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ചേരുന്നൊരു പുതിയ വലിയ ശാക്തിക ചേരി വരികയാണ്. ഇതാണ് ലോകം മാറ്റിമറിക്കാൻ പോകുന്ന പുതിയ ശാക്തിക ചേരി. പണ്ട് USSR എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കയുടെ വൃത്തികേടുകൾക്കും സാമ്രാജ്യത്വ അധിനിവേശങ്ങൾക്കുമെതിരെ നട്ടലുയർത്തി ചോദ്യം ചെയ്യാൻ ഒരു വലിയ കൂട്ടായ്മ ഉണ്ടാവുകയാണ്. അമേരിക്ക ഭയക്കുന്നത് അതിനെയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, ശാസ്ത്രമേഖലയിലും സാങ്കേതിക മേഖലയിലും വ്യാവസായിക മേഖലയിലുമൊക്കെ ഇന്ത്യ ഉൾപ്പെടുന്ന, ചൈന ഉൾപ്പെടുന്ന, റഷ്യ ഉൾപ്പെടുന്ന, ഇറാൻ ഉൾപ്പെടുന്ന അമേരിക്കൻ വിരുദ്ധ ചേരി മുന്നിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ആ നിലയിലുള്ള ഒരു പുതിയ ശാക്തിക ചേരിയുടെ സൂചന കൂടി കിട്ടുന്നതോടെ ട്രംപിന് ഇതെല്ലാം വലിയ തിരിച്ചടിയാകും, ഇടുത്തിയാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതോടനുബന്ധിച്ച് വരുന്ന മറ്റൊരു റിപ്പോർട്ട്, അമേരിക്കയിൽ ട്രംപ് ഒറ്റപ്പെടുകയാണ്. സ്വന്തം രാജ്യത്ത് പോലും വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും വലിയ തോതിൽ ഒറ്റപ്പെടുകയും, ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒരു ഭ്രാന്തൻ്റെ ജൽപ്പനം, സ്ഥിരബുദ്ധിയില്ലാത്തയാളെന്ന നിലയിൽ പോലും കളിയാക്കുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരിയായി ട്രംപ് മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ട്രംപ് ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്കിടയിൽ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ട്രംപിനെതിരെ, അമേരിക്കൻ നിലപാടിനെതിരെ ഇന്ത്യയും ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇന്ത്യയിലുള്ള ഇറാൻ വിരുദ്ധർ, അല്ലെങ്കിൽ ഇറാൻ തീരണം, ഇറാൻ്റെ ഭരണകൂടം ഇല്ലാതാകണം, ട്രംപ് ജയിക്കണമെന്നൊക്കെ മുറവിളി കൂട്ടുന്നവർ ഒന്നറിഞ്ഞു വെച്ചോളൂ. ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ നിലപാടെന്താണ്, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയം എന്താണ്, അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താണ് എന്നൊക്കെ മിത്രങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്.